മീനാക്ഷി ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത കാര്യമാണ് ബോഡി ഷെയ്മിങ്. ഇപ്പം വന്ന് എനിക്ക് തോന്നുന്ന ആൾക്കാർ ബോഡി ഷെയ്മിങ്ങും കഴിഞ്ഞ് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്കുള്ള, നമുക്ക് ചില ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള എന്താ ഹേറ്റ്രഡിലേക്കൊക്കെ മീനാക്ഷി അതൊക്കെ സ്റ്റിൽ ഫേസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർ, എനിക്കറിയില്ല ആൾ അത്രയും ക്ലോസ് ആണ്, പക്ഷെ മീനാക്ഷിയുടെ സ്കൂൾമേറ്റ് മീനാക്ഷി ടെലിവിഷനിൽ അത്രയും ഷൈൻ ചെയ്ത് നിൽക്കുന്ന ടൈമിൽ മീനാക്ഷി എടുത്ത് ഒരു ബോഡി ഷേമിങ് സംതിങ് റിലേറ്റഡ് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫഹദ് ഫാസിലിന്റെ മോളായിട്ട് അഭിനയിക്കാൻ നീയോ എന്നുള്ള രീതിയിൽ അതാ കേട്ട ടൈമിൽ മീനാക്ഷിക്ക് എന്താ ശരിക്കും തോന്നി? കാരണം അത്രയും നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നു, ടെലിവിഷൻ സ്ക്രീനിൽ നമ്മളെ കാണുന്നു ആൾക്കാർ ഇപ്പം ബിഗ് സ്ക്രീനിലും കണ്ട്, ഐ മീൻ OTT കണ്ട് ഫഹദിന്റെ മോളായിട്ട് അഭിനയിച്ച ആ ഒരു ലെവലിൽ മീനാക്ഷി നിൽക്കുമ്പോൾ പെട്ടെന്ന് മീനാക്ഷിയുടെ ഫ്രണ്ട്, ലൈക് മീനാക്ഷിക്ക് വേണ്ടി ഹാപ്പി ആവേണ്ട വ്യക്തി, she was not my friend basically. Okay. She was just my like schoolmate classmate പോലെ schoolmate or something. മറന്നു. ആ ഒരു അതൊക്കെ ഞാൻ ടൈമിൽ മറന്നേ പോയി. അതാ ഞാൻ പറഞ്ഞു, എനിക്കൊക്കെ 100 കാര്യങ്ങളൊന്നും ആലോചിക്കാൻ വേണ്ടി ചെയ്യും, ആരാന്ന് പോലും ഞാൻ മറന്നു. ആ ഒരു ടൈമിൽ എന്തായിരുന്നു പെട്ടെന്ന് അത് കേട്ടപ്പോഴത്തേക്കും തോന്നിയത്? പുള്ളിക്കാരുടെ സംശയം എന്തായിരുന്നു, ഞാൻ ഫഹദിന്റെ മോളായിട്ട് ഞാനോ? അതെ, ഞാൻ. കണ്ടില്ലേ, കണ്ടപ്പോ സംശയമൊക്കെ മാറിയില്ലേ? എനിക്കതന്നെയല്ലോ എല്ലാവരുടെയും സംശയം, ഞാൻ ചെയ്യുന്നുണ്ടോ, അത് നീയോ? ആ, ഞാൻ കണ്ടില്ലായിരുന്നോ? അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടാവും. ഐ മീൻ, പറ്റില്ല എന്ന് പറയുന്നവരോട് പറ്റും. ഹേ, ലൈക്ക് ഐ ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. എവിഡൻസ്, ആക്ഷൻസ് വഴി എല്ലാം പ്രൂവ് ചെയ്ത് ആൾക്കാരുടെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള നോഷൻസ് എല്ലാം ബ്രേക്ക് ചെയ്ത് കൊടുത്തോണ്ടിരിക്കല്ലേ. നിങ്ങക്ക് അത് കിട്ടിയോ എന്നൊക്കെ? ആ, ഞാൻ സിനിമ കണ്ടില്ലായിരുന്നോ? മീനാക്ഷി ഉണ്ടെങ്കിൽ ആൾക്കാർ ഡെയിൻ എവിടെ നിന്ന് ചോദിക്കും, ഡെയിനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ മീനാക്ഷി എവിടെ നിന്ന് ചോദിക്കും. ഇനി നിങ്ങൾ എല്ലാരും കൂടെ നിൽക്കുന്ന സമയത്താണെങ്കിൽ ആൾക്കാർക്ക് വേറെ ആരെയും കാണണ്ട, മീനാക്ഷി ഡെയിൻ മീനാക്ഷി DM ഇതാണ് ഞാൻ എല്ലായിടത്തും ഞാൻ കമന്റ്സ് ഒക്കെ നോക്കുമ്പോൾ കാണുന്നത്. ഡെയിൻ എന്നൊരാളെ മീനാക്ഷിയുടെ കംഫർട്ട് ക്യാരക്ടറായിട്ട് കൊണ്ടുവരാൻ മീനാക്ഷി ഡെയിനിൽ കണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയായിരുന്നു? മേ ബി എനിക്ക് തോന്നുന്നു അവൻ ഭയങ്കര ഫണ്ണിയാണ്. നമുക്ക് ജോക്സ് ക്രാക്ക് ചെയ്ത ആളുകളിലേക്ക് എത്താനുള്ള ദൂരം വളരെ കുറവാണ്. ബിക്കോസ് നമ്മൾ തമാശ പറയുന്നവരുടെ അടുത്ത് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ നമ്മൾ മനഃപൂർവ്വം സ്പെൻഡ് ചെയ്ത ടൈമും അല്ല. ബിക്കോസ് നമ്മൾ കൊറോണയുടെ സമയത്താണ് അവിടെ ഷൂട്ട് ചെയ്തിരുന്നത്. ആ സമയത്ത് നമുക്ക് വീട്ടിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും സ്ഥലത്ത് സ്റ്റക്കാണ്. ഞങ്ങൾ രണ്ടുപേരും ഡെയിലി രാവിലെ എണീക്കുക, ഞങ്ങൾ രണ്ടര മോൻ കാണുക, ഷൂട്ടുള്ള സമയത്ത് ഷൂട്ടിന് പോവുക, മിക്ക ദിവസവും ഷൂട്ടുണ്ടാവും, ഷൂട്ടിന് പോവുക, ഇല്ലാത്ത സമയത്ത് രാവിലെ എണീക്കുക. ഡോർ തുറക്കുമ്പം അവിടെ ഒരു ഹോം സ്റ്റേ ആണ്, അവിടെ അങ്കിളും ആന്റി ഉണ്ട്. അങ്കിളുടെ അടുത്ത് ചായ ചോദിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഇവനെ രാവിലെ കാണുന്നത്. വേറെ ആരും ഇല്ല സംസാരിക്കാനൊന്നും. ഫോണിലൊക്കെ നമ്മൾ എത്ര നേരം ഇരിക്കും. ഞാനും അതെ അവനും അതെ, അധികം സമയം ഫോണിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴാണ് പിന്നെ റീൽസ് ഒക്കെ വന്ന് നോക്കാൻ തുടങ്ങി. അന്നലെ വേറെ ഒന്നും ഇല്ല, ചെയ്യാനില്ല. എന്തെങ്കിലും നെറ്റ്ഫ്ലിക്സിലോ പ്രൈമിലോ എന്തെങ്കിലുമൊക്കെ സിനിമകളൊക്കെ കാണുകയെന്നല്ലാതെ വേറെ ഒരു പണിയും ഇല്ല. അപ്പോൾ പിന്നെ ആകെയുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയമാണ്. വേറൊരു ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുമ്പോൾ, അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു റൂമിൽ തന്നെ ആവണമെന്നില്ല, ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കുറെ നമ്മുടെ റോ സൈഡ്സ് കണ്ടു തുടങ്ങും. നമ്മൾ എന്താണെന്നുള്ളത് ശരിക്കും കണ്ടു. ഡെയിലി രാവിലെ എണീക്കുന്നതും നമ്മുടെ ആ ഒരു ഗോട്ട് റെഡി ഫേസ് അല്ലാതെ ആ ഒരു ഐസ് ബ്രേക്ക് ഭയങ്കരമാണ്. അപ്പം അത് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം വി ഗോട്ട് ലൈക്ക് കുറേ പ്ലെന്റി ഓഫ് ടൈം ടു സ്പെൻഡ്. നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിക്കും. ഞങ്ങൾ രണ്ടുപേരും ആണെങ്കിൽ മറ്റേ കെട്ടുവിട്ട വട്ടം പോലെ ഞങ്ങള് എന്തെങ്കിലും ഒരു ടോപ്പിക് കിട്ടിയാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഥകളുണ്ട് പറയാൻ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറെ കഥകളുണ്ട് പറയാൻ. എന്തെങ്കിലും ഒരു ടോപ്പിക് തുടങ്ങിയടാ, എന്നിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവനും ഉണ്ടൊരു കഥ, അതിനെ ലിങ്ക് ചെയ്ത് പോകുമ്പോ എനിക്കും ഉണ്ടൊരു കഥ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഥ പറച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും ഫുള്ളിരുന്ന് ഇങ്ങനെ പോയിക്കോളും. ഞങ്ങൾ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്ത സമയങ്ങളുണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞു കാരണം രണ്ടുപേർക്കും കുറെ ഉണ്ട് പറയാനായിട്ട്. അതുകൊണ്ട് അതാണ് ആ കംഫർട്ട് സോണിലേക്ക് വരാനുള്ള ഒരു കാരണം. ഡെയിനെ ആദ്യം കണ്ടപ്പോഴത്തേക്കും മീനാക്ഷിക്ക് തോന്നിയ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു? ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നെ കണ്ടപ്പോ എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഏതവൻ.
അത് കഴിഞ്ഞിട്ട് ഞങ്ങള് നായികാനായകനിൽ സംസാരിച്ചപ്പോ ഇവനെന്തോ എന്നോട് പറഞ്ഞൊരു കാര്യം എനിക്ക് അത്ര എനിക്ക് അത്ര ഇതായില്ല. അത് ഞാനോട് അങ്ങനെ ഞങ്ങൾ പിന്നെ അധികം ഫ്രണ്ട്സ് ഒന്നും ആയിട്ടില്ല. ഇവൻ അങ്ങനെ നായികാനായകയിലെ കണ്ടസ്റ്റൻസിനോട് അധികം സംസാരിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉടൻപണത്തിൽ വന്നു കഴിഞ്ഞിട്ടാണ് എന്തായാലും സംസാരിക്കണമല്ലോ, കാരണം നമ്മൾ രണ്ട് മാത്രമേ ഉള്ളൂ. സംസാരിച്ചാണ് നമ്മൾ പറയില്ലേ, ഈ ആദ്യം നമുക്ക് കാണുമ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത പേഴ്സൺസ് പിന്നെ നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവും. അതുപോലെ ഡെയിനിൽ മീനാക്ഷിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം, ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യം? ഇഷ്ടമുള്ള കാര്യം ഈ പറഞ്ഞ പോലെ ഹീസ് എ വണ്ടർഫുൾ പേഴ്സൺ ടു സ്പെൻഡ് ടൈം വിത്ത്. ഭയങ്കര ഫണ്ണിയാണ്, ഭയങ്കര ജോക്ക് ക്രാക്ക് ചെയ്യാന്ന് പറയുന്ന ഒരാളുടെ ക്യാരക്ടറിലെ ഒരു ബോണസാ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തമാശകൾ കേട്ടോണ്ടിരിക്കാനും ഭയങ്കര ഇഷ്ടം. അവൻ ഒത്തിരി തമാശകൾ പറയും. എന്തെങ്കിലുമൊക്കെ ഇപ്പം അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അവൻ സമ്മതിച്ചു തരും. അവന്റെ കുറവുകൾ അവൻ തമാശകളായിട്ടാണ് പറയുന്നത്.